ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഫേമസ് മിഡിൽ ഈസ്റ്റേൺ ഡിഷായിട്ടുള്ള ഫത്തായറാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല രുചികരമായിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ എല്ലാ വശത്തേക്കും ഈ ഈസ്റ്റും ഒക്കെ എത്തുന്ന രീതിയിൽ നല്ല പോലെ മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ചേർക്കണത്. അപ്പോൾ 1 കപ്പിന് 1/2 കപ്പ് പാല് വേണ്ടി വരും. പക്ഷേ ഇത് ഒന്നിച്ചൊഴിക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന മൈദയുടെ ഒക്കെ അനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ ചെറു ചൂടുള്ള പാല് വേണ്ടിട്ട് എടുക്കാനായിട്ട്. ഒരുപാട് ചൂടും പാടില്ല, തണുത്തതും ആവാൻ പാടില്ല. കാരണം ഈ ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചൂടിനെ ഒഴിച്ചാലാണ് ഇത് ആക്റ്റീവായിട്ട് വരത്തുള്ളൂ. നന്നായിട്ട് ഡബിൾ സൈസൊക്കെ ആയിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം, നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് കുഴച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ആകെപ്പാടെ ഒട്ടിപ്പിടിച്ചിരിക്കും പോലെ ഉണ്ടാവും. അപ്പോൾ ആ സമയമായി കഴിയുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് എണ്ണ, കൈയൊക്കെ നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് എണ്ണ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് നല്ലപോലെ ബോൾ പോലെ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, എണ്ണ പുരട്ടിയപ്പോൾ തന്നെ അതെല്ലാം ഇങ്ങനെ പെട്ടെന്ന് വിട്ടിങ്ങോട്ട് പോരും. നമ്മുടെ ആദ്യം പാത്രത്തിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലായിരുന്നു, അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വിട്ടുപോരും. ഇനി നല്ല പോലെ ഒന്ന് കുഴച്ചിട്ട് ഇത് മേളിൽ കുറച്ചുകൂടെ ഒന്ന് എണ്ണ തടവിയിട്ട് വച്ചേക്കണം. മൂടി വെച്ച് ഒരു 2 മണിക്കൂർ അങ്ങനെ വയ്ക്കണം. അപ്പോൾ ഇതൊരു ഡബിൾ സൈസായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ അടുത്തത് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ സ്റ്റവ് വെച്ചിട്ട് പാൻ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോള നല്ലപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കാം. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം. ഫ്രൈ ചെയ്തിട്ട് ഷ്രെഡ് ചെയ്ത് വെച്ചേക്കണ ചിക്കനാണ്. അപ്പോൾ ഫ്രൈ ചെയ്തപ്പോൾ നമ്മുടെ സാധാരണ ഫ്രൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണോ ചേർക്കണത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഫ്രൈ ചെയ്ത് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അത് ചേർത്തിട്ട് നല്ലപോലെ കൊണ്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ചിക്കന് പകരമായിട്ട് ബീഫോ അതുപോലെ മട്ടണോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ ഈ മസാലയിലിട്ട് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. നമ്മളപ്പോൾ കീമയായിട്ട് എടുക്കില്ലേ, അതായത് ബീഫൊക്കെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് വരും കേട്ടോ. ചിക്കനാണെങ്കിലും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേവിക്കാനായിട്ട് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പോൾ ട്രഡീഷണൽ കുക്കിങ്ങിനൊക്കെ അങ്ങനെയാണ് കേട്ടോ വേവിച്ചെടുക്കണത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഫ്രൈ ചെയ്ത് വച്ചേക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്ത് വേവിച്ചെടുത്താണ് കേട്ടോ. പിന്നെ ഈ മസാലയൊക്കെ നല്ലപോലെ മിക്സായി വരാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തു. പിന്നീട് 1 ടീസ്പൂൺ ഒരിഗാനോയാണ് കേട്ടോ ചേർക്കണത്. നമ്മുടെ ഒരു പിസ്സ ഒക്കെ ആകുമ്പോൾ ഒരിഗാനോ ഇല്ലാണ്ട് എങ്ങനെ ശരിയാവില്ല. പിന്നെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഒരു ലാസ്റ്റായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ സാധാരണ രീതിയിൽ പാസ്ലി ലീവ്സാണ് കേട്ടോ ഇതിനകത്ത് ചേർക്കണത്. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ പാസ്ലി ലീവ്സ് ഒന്നും ഇല്ലാത്ത കാരണം നമ്മളിപ്പോൾ മല്ലിയിലയാണ് കേട്ടോ ചേർക്കണത്. അപ്പോൾ ഇത് ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി 1 കപ്പ് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് ഈ പാലൊന്ന് പിരിയിപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇത് അരിച്ചെടുക്കുമ്പോൾ ചീസ് കിട്ടും, അല്ലെങ്കിൽ പിന്നെ ക്രീം ചീസ് എന്ന് പറഞ്ഞ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ നമ്മുടെ മാവ് നല്ലപോലെ പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എന്നിട്ട് 3 ഉരുളകളായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ ഉള്ളിലോട്ട് വെച്ചിട്ട് വേണം കേട്ടോ ഉരുളകളാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഫത്തായറിൻ്റെ ഒരു 3 എണ്ണമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് കേട്ടോ. നമുക്ക് ഈ 1 കപ്പ് മൈദ കൊണ്ട് 3 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ 3 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് വീർത്ത് വരുന്നതാണ്. പിന്നെ 200 ഗ്രാം മൊസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത്. അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചീസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. മല്ലിയിലയ്ക്ക് പകരമായിട്ട് നമ്മൾ പാസ്ലി ലീവ്സ് തന്നെയാണ് ചേർക്കേണ്ടത്. ഡ്രൈഡ് പാസ്ലി ലീവ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് വെച്ചാൽ മതി.
പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ആ ബോൾസൊക്കെ ഒന്നുകൂടെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ബോൾ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തുമ്പോൾ നീളത്തിൽ വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട്. ഈ ഒരു ഫത്തായറിൻ്റെ ഷേപ്പ് നീളത്തിലാണല്ലോ വന്നത്, ഒരു ബോട്ട് ഷേപ്പിലൊക്കെയാണ് വന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ പരത്തിയെടുക്കുക. മൈദ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിച്ചാൽ മതി, നീളത്തിൽ പരത്തിയെടുക്കണം. അപ്പോൾ ഒരുപാട് കട്ടി പാടില്ല, കട്ടി കുറച്ച് തന്നെ, എന്നാൽ ഭയങ്കരമായിട്ട് തിന്നാവാനും പാടില്ല കേട്ടോ. ആ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഓവൽ ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചുറ്റിനും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൊസറല്ല ചീസ് ഉണ്ടല്ലോ, ആ ഒരു മൊസറല്ല ചീസും അല്ലാത്ത സാദാ ചീസും ഒക്കെ കൂടെ കൂടിയുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അത് വച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഈ ഷേപ്പ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് വേണമായിരുന്നു കേട്ടോ പിന്നെ ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ ആ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. പിന്നീടുള്ളതിലൊക്കെയാണ് അത് ചെയ്തത് കേട്ടോ. കാരണം വെച്ചാൽ എന്താ പറയുക, അതൊരു ഹറിബറിയുടെ പുറത്ത് അതങ്ങോട്ട് വിട്ടുപോയി. അപ്പം എന്താ പറയുക, നിങ്ങൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉറപ്പായിട്ടും ബട്ടർ പേപ്പർ വെച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഏത് ട്രെയിലാണ് ബേക്ക് ചെയ്യണത് ആ ട്രെയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ആ ട്രെയിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് ഇത് ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതിന് ശ്രദ്ധിക്കുക കേട്ടോ, ബട്ടർ പേപ്പർ വയ്ക്കാൻ മറന്നു പോരുതേ. പിന്നെ ഇതിപ്പോൾ ഏകദേശം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ എഗ് വാഷ് ചെയ്യുകയാണ് ചെയ്യണത്. എടുത്തു വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ, ആ മുട്ടയുടെ മിക്സ്, ആ മുട്ട ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു കളറും ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ നടുക്കായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. പിന്നെ മുകളിലായിട്ടും കുറച്ചൊരു ചീസ് ഇട്ട് കൊടുക്കാം. പിന്നെ സൈഡിൽ കൂടെയൊക്കെ എള്ള് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറുത്ത എള്ളും വെളുത്ത എള്ളും ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും. പിന്നെ നല്ലതുമാണല്ലോ എള്ള്, അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് എടുക്കലാണ് ഞാൻ പറഞ്ഞത്, എടുത്തത് ഭയങ്കര കഷ്ടപ്പെട്ട പരിപാടിയായി പോയി കേട്ടോ. അപ്പോൾ പിന്നത്തത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് മറ്റേ നമ്മൾ ഏത് ട്രെയിലാണോ ഉണ്ടാക്കുന്നത്, നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രേ ഉണ്ടല്ലോ, ആ ഒരു ട്രെയിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ബട്ടർ പേപ്പർ ഇട്ടിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. നമ്മളെന്താണെങ്കിലും ട്രെയിൽ ബേക്ക് ചെയ്യാൻ നേരത്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നല്ല ഭംഗിയാട്ടോ, ഇത് കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ്, അതിൽ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ മൂന്നാമത്തത് ഇതുപോലെ പരത്തിയിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലിട്ട് വെച്ചിട്ട് ബാക്കിയുള്ളത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ പേപ്പറെ പടി നമുക്ക് എടുക്കാനും ഒക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 3 ആ ഒരു ഇതിനകത്ത് വെച്ചിട്ട് ബേക്ക് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് നല്ല ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മുടെ മിഡിൽ ഈസ്റ്റേൺ ഡിഷായിട്ടുള്ള ഫത്തായർ അല്ലെങ്കിൽ ടർക്കിഷ് പൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിസയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു ഉഷാറോ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.